നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഈവനിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ വിപണിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇന്നലെ തിങ്കളാഴ്ച നല്ലൊരു മാർക്കറ്റ് തന്നെയായിരുന്നു. നല്ലൊരു റിക്കവറിയാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇന്നത്തെ ഈ ദിവസത്തേക്ക് വരുമ്പോൾ മാർക്കറ്റിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ വിപണിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സെൻസെക്സ് 250 പോയിൻറ്റ്സ് ഇടിഞ്ഞു, നിഫ്റ്റി 58 പോയിൻറ്റ്സും മിഡ് ക്യാപ്പ് 119 പോയിൻറ്റ്സും ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി ബാങ്കിൽ ഒരു റിക്കവറിയാണ് കണ്ടത്. 128 പോയിൻറ്റ്സ് ആണ് ഉയർന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ആയതെങ്കിലും നല്ലൊരു റിക്കവറി ലോവർ ലെവലിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. നിഫ്റ്റി ബാങ്കിൽ പ്രധാനമായും ഹെൽപ്പ് ചെയ്തത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഏകദേശം 2% ഉയർന്നു Q3 റിസൾട്ടുകൾക്ക് ശേഷം. ICICI ബാങ്ക് നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. 1% നേട്ടവും SBIയും 1% നേട്ടമുണ്ടാക്കി ഇൻഡെക്സിനെ സപ്പോർട്ട് ചെയ്തു. ഇതൊക്കെ കൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ കാരണം. ഇനി വേഴ്സ്റ്റ് പെർഫോമേഴ്സായി മാറിയത് ഡിഫൻസ് സ്റ്റോക്കുകളായിരുന്നു. സോളാർ ഇൻഡസ്ട്രീസ്, സെൻ ടെക്നോളജീസ്, DCX സിസ്റ്റംസ് തുടങ്ങിയവ 2% മുകളിൽ ഇടിയുകയുണ്ടായി. ഇന്ന് സെൻസെക്സിൽ നല്ല പെർഫോമേഴ്സായി മാറിയത് ONGC, ടെക് മഹീന്ദ്ര, ഹിൻഡാൽകോ തുടങ്ങിയവയാണെങ്കിൽ മേജർ ലൂസേഴ്സായി മാറിയത് ട്രെൻഡ്, L&T, ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്, റിലയൻസ് തുടങ്ങിയവയായിരുന്നു. കൂടാതെ ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞ ഒരു റിസൾട്ടായിരുന്നു GTPL ഹാത്വേ എന്ന സ്റ്റോക്കിൻ്റേത്. സ്റ്റോക്ക് ഇന്ന് ഓപ്പണിങ്ങിൽ ഏകദേശം 10% നേട്ടത്തിലുണ്ടായിരുന്ന സ്റ്റോക്ക് പിന്നീട് നല്ല സെല്ലിംഗ് പ്രഷർ കാരണം ഏകദേശം 22%, അതായത് ഹയർ ലെവലിൽ നിന്നും ഏകദേശം 22% ഇടിവ് രേഖപ്പെടുത്തി. മറ്റൊരു നേട്ടമുണ്ടാക്കിയ സ്റ്റോക്ക് എറ്റേണലായിരുന്നു. ഇൻഡെക്സ് റീബാലൻസിങ്ങിൽ ഉയർന്ന MSCI വെയിറ്റേജ് പ്രതീക്ഷ ഉള്ളതിനാലാണ് എറ്റേണൽ ഏകദേശം 3% ഉയർന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇനി നമുക്ക് 1-2 പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പറ്റി ഒന്ന് നോക്കാം. 2 സ്റ്റോക്കുകളാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്ന് ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ആദ്യം ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്ക് നോക്കാം. ഈ സ്റ്റോക്ക് ഇന്ന് ക്ലോസ് ചെയ്യുന്നത് 2439 എന്ന നിലയിലാണ്. സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കാണിക്കുന്നില്ല. ഏകദേശം ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിലൂടെയാണ് സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പർ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് 2600 മുതൽ 2650 വരെയുള്ള സോണിനുള്ളിലായിട്ടാണ് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ അപ്സൈഡിൽ ആ ഒരു സോണാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ലോവർ ലെവലിലേക്ക് വന്നാൽ 2250 മുതൽ 2300 വരെയുള്ളത് ആ ഒരു ലോവർ ട്രെൻഡ് ലൈനിൻ്റെ ലെവലുകളാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി 2650 മുകളിലായിട്ട് അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ്നെസ് നമുക്ക് സ്റ്റോക്കിൽ കാണാവുന്നതാണ്. ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 2380 മുതൽ 2360 വരെയുള്ള ലെവലും, അതുപോലെ ഒരു ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 2200 മുതൽ 2180 വരെയുമാണ്. മറ്റൊരു സ്റ്റോക്കാണ് ഔത്തും ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനി. സ്റ്റോക്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. സ്റ്റോക്കിൽ ഒരു സ്പ്ലിറ്റ് നടന്നതിന് ശേഷം നല്ല ഒരു വോളിയത്തോടു കൂടിയുള്ള ഒരു ബ്രേക്ക് ഔട്ടാണ് ലഭിച്ചിരിക്കുന്നത്. സ്റ്റോക്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ വരികയാണെങ്കിൽ ഒരു പക്ഷേ സ്റ്റോക്ക് 700 മുതൽ 720 വരെയൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റോക്കിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 640 മുതൽ 645 വരെയുള്ള സോണുമാണ്. ഒരു മേജർ സപ്പോർട്ടായി നമുക്ക് കാണാൻ കഴിയുന്നത് 604 കൂടുതലായിട്ട് ഈ സ്റ്റോക്കിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോക്കുകളെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ധാരാളം സ്റ്റോക്കുകൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും അത്തരത്തിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോഴിത് 55% ഡിസ്കൗണ്ട് കൂടിയുണ്ട്. 1299 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി.